മനസ്സ് ശാന്തമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം യാത്രകളാണെന്ന് തോന്നിയിട്ടുണ്ട്. ഓരോ യാത്രയും ഓരോ ഓർമ്മകളാണ് ബാക്കി വയ്ക്കുന്നത്. അവിടെ നാം കണ്ടുമുട്ടുന്ന മനുഷ്യർ, ചിരികൾ, രുചികൾ, കാഴ്ചകളൊക്കെ കാലത്തിനപ്പുറവും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കും. അങ്ങനെ ഒരു യാത്രയുടെ പുസ്തകത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ജീവിതത്തിൻ്റെ വെല്ലുവിളികളെയും പരിമിതികളെയും അതിജീവിച്ച് ജീവിതത്തെ മനോഹരമായി കാണാൻ ശ്രമിക്കുന്ന സ്നേഹം നിറഞ്ഞ ഒരു മനുഷ്യൻ്റെ പുസ്തകം. പ്രിയപ്പെട്ട കൃഷ്ണകുമാർ PS-ൻ്റെ പുസ്തകം നൂറ്റാണ്ടുകളുടെ നടകളിൽ. 4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കൃഷ്ണയും അമ്മയും 3 സുഹൃത്തുക്കളും ചേർന്ന് നടത്തിയ ഒരു യാത്രയുടെ മനോഹരമായ അനുഭവങ്ങളാണ് ഈ പുസ്തകം. ചവറയിലെ വീട്ടിൽ നിന്ന് തുടങ്ങി തെങ്കാശിയും മധുരയും തഞ്ചാവൂരും പിന്നിട്ട് രാമേശ്വരത്തെത്തി നിൽക്കുന്ന ഈ യാത്ര ദക്ഷിണേന്ത്യയുടെ സംസ്കാരത്തെയും രാഷ്ട്രീയത്തിലും മതചിന്തയിലും നിർണായകമായ പങ്ക് വഹിച്ച ചോള പാണ്ഡ്യ രാജ്യവംശങ്ങളുടെ ചരിത്രം പ്രമേയമാക്കിയുള്ള അപൂർവമായ ഒരു യാത്രയാണ്. ചരിത്രപ്രസിദ്ധമായ ഇടങ്ങളിലൂടെയുള്ള സഞ്ചാരവും അവിടുത്തെ ചരിത്ര വഴികളും പുസ്തകം വളരെ മനോഹരമായി തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഐ ട്രാക്കിംഗ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തൻ്റെ കൺകോണുകളുടെ ചലനം കൊണ്ടാണ് കൃഷ്ണ ഈ പുസ്തകം ടൈപ്പ് ചെയ്ത് പൂർത്തിയാക്കിയത്. ജീവിതത്തിൽ നിരാശ അനുഭവിക്കുന്നവർക്കും ഒരടി മുൻപോട്ട് വയ്ക്കാനായിട്ട് പതറിപ്പോകുന്നവർക്കും വലിയ തോതിൽ പ്രചോദനം ഈ പുസ്തകം തീർച്ചയായും നൽകുന്നുണ്ട്. ഒരു യാത്രാനുഭവത്തിനും അപ്പുറം ഈ പുസ്തകത്തിൽ നാം അറിയാതെ പോയ പല ജീവിത മുഹൂർത്തങ്ങളും മനുഷ്യരും കടന്നു വരുന്നു. പ്രകാശത്തിൻ്റെ ഒരു ചെറിയ കണിക പോലും കടന്നു വരാൻ അനുവദിക്കാതിരുന്ന കാലത്ത് അനുവാദം കൂടാതെ തൻ്റെ ജീവിതത്തിലേക്ക് വാതിലുകൾ തുറന്നിട്ട് കടന്നു വന്ന ഒരു വ്യക്തിയെക്കുറിച്ച്, സൗഹൃദങ്ങളെക്കുറിച്ച്, പ്രിയപ്പെട്ടവരുടെ ചേർത്ത് പിടിക്കലുകളെപ്പറ്റി, മനുഷ്യബന്ധങ്ങളുടെ ആഴങ്ങളെപ്പറ്റിയൊക്കെ ഈ പുസ്തകം പറഞ്ഞു പോകുന്നു. ഒരു യാത്രികൻ ഓരോ സ്ഥലത്തു നിന്നും മടങ്ങുമ്പോൾ അയാളിലെ സഞ്ചാരി അവിടെ അവസാനിക്കുകയാണ്. അത് പുനർജനിക്കുന്നത് അടുത്ത യാത്രയിലാകും. എന്തിനേയും നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ ആസ്വാദനം. അതിപ്പോൾ ചിലപ്പോൾ ഒരു യാത്രയാവും, ചില മനുഷ്യരാവും, ചില ഇടങ്ങളാവും. ഓരോ ഇടത്തിൻ്റെയും സവിശേഷതകൾ, ചരിത്രങ്ങൾ, ഒറ്റനോട്ടത്തിൽ നമ്മൾ പോലും കാണാതെ പോയ ചില കാഴ്ചകൾ, രുചികൾ, ഇവയൊക്കെ ഓരോന്നും ഈ പുസ്തകം ഇങ്ങനെ പറഞ്ഞു പോകുന്നു. വായിച്ചവസാനിപ്പിക്കുമ്പോൾ ഒരു യാത്ര പോയ പ്രതീതി തോന്നി. ശരിക്കും നൂറ്റാണ്ടുകളുടെ നടകളിൽ നമ്മളും എത്തപ്പെട്ടതുപോലെ. വീഞ്ഞിനെ പോലെ നുരഞ്ഞു പൊങ്ങുന്ന ജീവിതത്തോടുള്ള അഭിനിവേശം തന്നെയാണ് എനിക്കിവിടെയുള്ള കൂട്ട്. ഒപ്പം അത് ചെയ്തേ മതിയാവൂ എന്ന തീവ്രമായ ആഗ്രഹവും. ആ ആഗ്രഹങ്ങൾ ഓരോന്നും നടത്തിയെടുക്കാൻ അതിനേക്കാൾ ഭ്രാന്തമായി ശ്രമിക്കുന്ന മനുഷ്യരും കൂടി ചേരുമ്പോൾ എന്തിനാണ് ഞാൻ മാറി നിൽക്കുന്നത്, മുൻപോട്ട് പോവുക തന്നെ ചെയ്യും എന്ന കൃഷ്ണയുടെ വാക്കുകൾ ഓർമ്മപ്പെടുത്തുന്നത് ഈ ജീവിതവും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരും എത്ര ഭംഗിയുള്ളതാണ് എന്ന് തന്നെയാണ്. പ്രതീക്ഷകൾ അസ്തമിക്കാത്ത കാലത്തോളം പറന്നുയരാൻ അദൃശ്യമായ ചിറകുകൾ കാത്തു സൂക്ഷിക്കുന്നവരാണ് മനുഷ്യരെന്ന് തോന്നിയിട്ടുണ്ട്. കൂടെയുള്ള മനുഷ്യരുടെ ചേർത്ത് പിടിക്കലുകളിൽ, അവനവനിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടത്തിൽ, ചില സ്വപ്നങ്ങളിലൂടെയൊക്കെ ചില നേരം നമ്മുടെ ജീവിതത്തിന് നിറങ്ങൾ വന്നു തുടങ്ങുന്നു. വീണ്ടും നാം ജീവിച്ചു തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെയൊക്കെ ഈ ചെറിയ ജീവിതത്തിൽ ഇനിയും എത്രയോ ജീവിതം ബാക്കിയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നൂറ്റാണ്ടുകളുടെ നടകളിൽ എന്ന ഈ പുസ്തകം.